നമസ്കാരം. അനന്തമായ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്ന അത്യപൂർവമായ ഒരു കണ്ടെത്തലാണ് ഈയിടെ ശാസ്ത്രലോകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഗാലക്സികളിൽ നിന്ന് പുറപ്പെടുന്ന റേഡിയോ സിഗ്നലുകൾ വിശകലനം ചെയ്ത ജ്യോതിശാസ്ത്രജ്ഞർ ഒരേ സമയം 3 അതിഭീമൻ ബ്ലാക്ക് ഹോളുകൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭാസം കണ്ടെത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു ഗാലക്സിയുടെ മധ്യഭാഗത്ത് ഒരു ബ്ലാക്ക് ഹോൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ പരസ്പരം ലയിച്ചു കൊണ്ടിരിക്കുന്ന 3 ഗാലക്സികളുടെ ഈ അപൂർവ സംഗമത്തിൽ അവയിലെ 3 ബ്ലാക്ക് ഹോളുകളും ഒരേ സമയം ചുറ്റുമുള്ള വസ്തുക്കളെ സ്വീകരിക്കുന്നതും റേഡിയോ തരംഗങ്ങൾ പുറത്തുവിടുന്നതുമാണ് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ബഹിരാകാശ നിരീക്ഷണ ചരിത്രത്തിൽ ഇതുവരെ കൃത്യമായി രേഖപ്പെടുത്താത്ത ഒന്നാണിത്. ഗാലക്സികളുടെ ലയനമെന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. 2 ഗാലക്സികൾ കൂട്ടിമുട്ടുമ്പോൾ അവയുടെ കേന്ദ്രഭാഗത്തുള്ള ബ്ലാക്ക് ഹോളുകൾ പരസ്പരം അടുത്തു വരുന്ന കാഴ്ചകൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ 3 ഗാലക്സികൾ ഒരേ സമയം ഒരു പ്രദേശത്ത് ഒത്തുചേരുകയും അവയിലെ ബ്ലാക്ക് ഹോളുകൾ എല്ലാം തന്നെ ആക്റ്റീവ് അഥവാ സജീവമാകുകയും ചെയ്യുന്നത് അത്യന്തം അപൂർവമാണ്. ഗ്യാസും പൊടിപടലങ്ങളും ബ്ലാക്ക് ഹോളിൻ്റെ അതിശക്തമായ ഗുരുത്വാകർഷണ വലയത്തിൽ അകപ്പെടുമ്പോൾ അവ വലിയ തോതിൽ ഊർജം പുറത്തുവിടുന്നു. ഈ പ്രക്രിയയാണ് ആക്റ്റീവ് ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. ഈ ഊർജം റേഡിയോ തരംഗങ്ങളായി പ്രപഞ്ചത്തിലുടനീളം സഞ്ചരിക്കുന്നു. ഈ സിഗ്നലുകളെ അടിസ്ഥാനമാക്കിയാണ് ദി ആസ്ട്രോഫിസിക്കൽ ജേർണൽ ലെറ്റേഴ്സിൽ ഈ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചത്. ഈ കണ്ടെത്തലിൽ റേഡിയോ തരംഗങ്ങളുടെ പങ്ക് വളരെ നിർണായകമാണ്. ഗാലക്സികൾ ലയിക്കുമ്പോൾ അവിടെ വലിയ തോതിലുള്ള പൊടിപടലങ്ങളും വാതക മേഘങ്ങളും രൂപപ്പെടാറുണ്ട്. സാധാരണ പ്രകാശത്തിന് ഈ മേഘങ്ങളെ തുളച്ചു കടക്കുവാൻ പ്രയാസമാണ്. എന്നാൽ റേഡിയോ തരംഗങ്ങൾക്ക് ഇത്തരം തടസ്സങ്ങളെ അതിജീവിച്ച് ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നിശബ്ദമായിരിക്കുന്ന ബ്ലാക്ക് ഹോളുകളേക്കാൾ റേഡിയോ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന ഇത്തരം സജീവമായ ബ്ലാക്ക് ഹോളുകളെ തിരിച്ചറിയുവാൻ ജ്യോതിശാസ്ത്രജ്ഞർക്ക് എളുപ്പമായത്. ഓരോ സിഗ്നലും ഓരോ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്നുമാണ് വരുന്നതെന്ന് റേഡിയോ ഡാറ്റ ഉപയോഗിച്ചുള്ള തുടർ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ഗാലക്സി ലയനങ്ങൾ ബ്ലാക്ക് ഹോളുകളുടെ പ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിലേക്കും ഈ പഠനം വെളിച്ചം വീശുന്നു. ഗാലക്സികൾ കൂട്ടിമുട്ടുമ്പോൾ അവയ്ക്കുള്ളിലെ നക്ഷത്രങ്ങളുടെയും വാതകങ്ങളുടെയും ചലനത്തിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങൾ വാതകങ്ങളെ ഗാലക്സിയുടെ കേന്ദ്രത്തിലേക്ക് തള്ളിവിടുകയും അവിടെയുള്ള ബ്ലാക്ക് ഹോളുകൾക്ക് ആഹാരമായി മാറുകയും ചെയ്യുന്നു. ഈ വ്യൂഹത്തിൽ 3 ഗാലക്സികളും ലയിക്കുന്ന ഘട്ടത്തിലായതുകൊണ്ട് ആവശ്യത്തിന് വാതകങ്ങൾ ലഭ്യമാണ്. ഇത് 3 ബ്ലാക്ക് ഹോളുകളെയും ഒരേ സമയം സജീവമായി നിലനിർത്തുവാൻ സഹായിക്കുന്നു. ഇത്തരമൊരു അവസ്ഥ ജ്യോതിശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ മുൻപേ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു യഥാർത്ഥ ഉദാഹരണം ലഭിക്കുന്നത് ഇപ്പോഴാണ്. ഈ കണ്ടെത്തൽ ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചുള്ള പഠന രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരില്ല എങ്കിലും നിലവിലുള്ള നിഗമനങ്ങൾക്ക് കരുത്തേകുന്ന ഒരു ഡാറ്റാ പോയിന്റാണ്. സാധാരണഗതിയിൽ 1-2 ബ്ലാക്ക് ഹോളുകളെ കേന്ദ്രീകരിച്ചാണ് പഠനങ്ങൾ നടക്കാറുള്ളത്. എന്നാൽ 3 ഒരുമിച്ച് വരുമ്പോൾ അവയ്ക്കിടയിലുള്ള ഗുരുത്വാകർഷണ ബലങ്ങളും ഊർജ്ജത്തിന് വേണ്ടിയുള്ള മത്സരവും കൂടുതൽ സങ്കീർണമാണ്. ഭാവിയിൽ ഈ 3 ബ്ലാക്ക് ഹോളുകളും കൂടിച്ചേർന്ന് ഒന്നായി മാറുമോ അതോ ഈ വ്യൂഹം ശിഥിലമാകുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിലും ഇത്തരം അപൂർവ പ്രതിഭാസങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞത് പ്രപഞ്ചത്തിന്റെ പരിണാമം മനസ്സിലാക്കുവാൻ ശാസ്ത്രജ്ഞരെ കൂടുതൽ സഹായിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.